വെൽക്കം ബാക്ക് ടു ഐഫർ എഡ്യൂക്കേഷൻ. സോ നമ്മുടെ CUET പ്രിപ്പറേഷൻസ് കുറച്ചുകൂടി സ്പീഡാക്കേണ്ട ടൈം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ നോക്കിയിട്ടുള്ള ഒരു ടോപ്പിക്കിൻ്റെ ബാക്കി തന്നെയാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ്. അതിന് മുന്നേ നമ്മൾ കുറച്ച് ഓതേഴ്സിനെയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു 2 പാർട്ടായിട്ട്. ആൻഡ് ഇന്ന് നമ്മൾ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ തന്നെ കുറച്ച് മേജർ ഫിഗേഴ്സിനെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. മേജർ ലിറ്റററി ഫിഗേഴ്സ് ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഓക്കെ, സോ അതിലൊരു 5 പേരെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഈ 5 പേര് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് ഇത് നോക്കാതെ നിങ്ങൾ CUETക്ക് പോകരുത്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഫിഗറിനെ നോക്കാം അല്ലേ. ഫസ്റ്റ് വൺ ഈസ് കമലാ ദാസ്. ഞാൻ ഒരുപാട് ഇഷ്ടത്തോടെ പഠിപ്പിക്കുന്നത്, എനിക്ക് കണ്ടാൽ തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു റൈറ്ററാണിത്. കാരണം പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു റൈറ്ററാണ് കമലാ ദാസ്. ആൻഡ് ഷി വാസ് ബോൺ ഇൻ 1934 ആൻഡ് ഡൈഡ് ഇൻ 2009. ഓക്കെ, ആൻഡ് ഷീ ഈസ് ഡോട്ടർ ഓഫ് ബാലാമണി അമ്മ. ദാറ്റ് ഈസ് കമലാ ദാസിൻ്റെ അമ്മയും എന്താണ് ഒരു ഫേമസ് ആയിട്ടുള്ള റൈറ്റർ തന്നെയാണ്. ബാലാമണി അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്ററിൻ്റെ മകളാണ് ആര്, കമലാ ദാസ്. ആൻഡ് ഷീ ഈസ് എ 20th century കൺഫെഷണൽ പോയറ്റ്. എന്താണ് കൺഫെഷണൽ പോയറ്റ്? അത് നിങ്ങൾ കമലാ ദാസിൻ്റെ തന്നെ വർക്ക്സ് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് കൺഫെഷണൽ പോയട്രി എന്നുള്ളത്. അറിയാത്തവർ ഒന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, എന്നിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പറയും. ഓക്കെ, ആൻഡ് 20th century കൺഫെഷണൽ പോയറ്റ് ആണെന്നുള്ളത് ഓർത്ത് വെക്കണേ. കൺഫെഷണൽ പോയറ്റ് ആണ് കമലാ ദാസ്. ആൻഡ് നോവലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ. ഓക്കെ, ഇപ്പോൾ ഇത്രയാണ് ആൾ തിളങ്ങി നിന്നിരുന്ന മേഖലകൾ അല്ലേ. ആൻഡ് ഷീ വോൺ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഇൻ 1969 ആൻഡ് സാഹിത്യ അക്കാദമി അവാർഡ് ഇൻ 1985. ആൻഡ് ഇന്ന് ഞാൻ ഇവിടെ പറയുന്ന ഓരോ ഫിഗേഴ്സിനും അവർ സാഹിത്യ അക്കാദമി അവാർഡൊക്കെ വിൻ ചെയ്തിട്ടുണ്ടോ എന്താണെന്നുള്ള ഒന്ന് നോക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മൾ അധികമായിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഇയറിൽ സാഹിത്യ അക്കാദമി അവാർഡ് ആർക്കാണ് കിട്ടിയത്. ഒരു വർഷം തരും ആൻഡ് അത് ആർക്കാണ് കിട്ടിയത്, അല്ലെങ്കിൽ ഒരാളെ തന്നിട്ട് ആൾക്ക് ഏത് വർഷമാണ് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ സാഹിത്യ അക്കാദമി അവാർഡും അതുപോലെ CUET തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒരുപാട് കാണുന്നുണ്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ. അതുകൊണ്ട് നിങ്ങൾ ആ സാഹിത്യ അക്കാദമി അവാർഡും അതുപോലെ തന്നെ അതിൻ്റെ വർഷം ഒന്ന് ഓരോരുത്തരും ഒന്ന് നോക്കി വെക്കണം കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അപ്പോൾ ഇത്രയാണ് കമലാ ദാസിനെ കുറിച്ച് ഓവറോൾ പറയാനുള്ളത്. ദെൻ വി ക്യാൻ മൂവ് ഓൺ ഹർ മേജർ വർക്ക്സ്. ഏതൊക്കെയാണ് മേജർ വർക്ക്സ് എന്നുള്ളത് എല്ലാം ഒന്നും പറയുന്നില്ല, ബാക്കിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കണം. ഞാൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വർക്ക്സേ ഉള്ളൂ നമ്മൾ ഈ ക്ലാസ്സിൽ പറയാം. ഫസ്റ്റ് വൺ ഇസ് മൈ സ്റ്റോറി. മൈ സ്റ്റോറി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലേ, കമലാ ദാസിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് മൈ സ്റ്റോറി എന്ന് പറയുന്നത്. ആൻഡ് മൈ സ്റ്റോറി ഏത് ഇയറിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്? 1973 പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്കാണ് മൈ സ്റ്റോറി. ദെൻ ദ സൈറൻസ് 1964. ഓക്കെ, 1964 പബ്ലിഷ് ചെയ്ത്. ദെൻ സമർ ഇൻ കൽക്കട്ട 1965 പബ്ലിഷ് ചെയ്തത്. ദെൻ വി ഹാവ് ദ ഡിസെൻഡൻസ് അത് 1967 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദെൻ ദ ഓൾഡ് പ്ലേ ഹൗസ് ആൻഡ് അതർ പോയംസ്. ഓക്കെ, ദ ഓൾഡ് പ്ലേ ഹൗസ് ആൻഡ് അതർ പോയംസ് അതും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പോയമാണ് കേട്ടോ. ദെൻ അത് 1973 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് ബുക്കാണ്. ആൻഡ് അതിൽ ദ ഓൾഡ് പ്ലേ ഹൗസ് എന്ന് പറയുന്ന പോയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് സൂപ്പർ, ഒന്നും പറയാനില്ല. ഓക്കെ, അത് വായിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് എന്തായാലും വായിച്ചു നോക്കുക, ഞാൻ സജസ്റ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, സോ ഇത് ഇത്രയാണ് നമ്മൾ മേജർ ആയിട്ടുള്ള കമലാ ദാസിൻ്റെ വർക്ക്സ് ആയിട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. ആൻഡ് ഇനിയും ഒരുപാടുണ്ട്. കമലാ ദാസിൻ്റെ വർക്ക്സ് പറയുകയാണെങ്കിൽ തീരില്ല, പക്ഷേ നമുക്ക് ഇത്രയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ നമ്മുടെ ആദ്യത്തെ ആളെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ, കമലാ ദാസ്. ദെൻ വി ഹാവ് നിസിം എസിക്കൽ. പേര് കേൾക്കുന്ന സമയത്ത് വേറെ ഏതോ നാട്ടുകാരനാണെന്ന് വിചാരിക്കുക അല്ലേ, അല്ല, നമ്മുടെ ഇന്ത്യൻ റൈറ്ററാണ് നിസിം എസിക്കൽ. നിസിം എസിക്കലിന് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം നമുക്ക് ഡിഗ്രിയോ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല, 10th തൊട്ടൊക്കെ തന്നെ ചിലപ്പോൾ നിസിം എസിക്കലിൻ്റെ പോയംസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ പഠിച്ചിട്ടുണ്ട് 10th പഠിച്ചിട്ടുള്ള വർക്കും ഞാൻ വഴിയേ പറയും, ഇതിൽ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, സോ he was born in 1924. Okay, 1924 ജനിച്ചിട്ടുള്ളത്. Yeah, then died in 2004. Okay, 2004. അപ്പോൾ ഇവരൊക്കെ 2000 കയറി വരുന്നുണ്ട് അല്ലേ. ഇന്ത്യൻ റൈറ്റേഴ്സിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ 2000 ആ ഒരു ഇതിലൊക്കെ ആ ഒരു സെഞ്ചുറിയിലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ആൻഡ് നമുക്ക് കുറച്ചുകൂടി നമ്മുടെ ഒരു കാലഘട്ടമായിട്ട് കുറച്ചുകൂടി ഒരു അടുത്ത് നിൽക്കുന്നവരാണ് അല്ലേ. സോ ദെൻ
20th century Jewish poet ആണ്. Okay, 20th century Jewish poet and playwright, then art critic and editor. Okay, art critic and editor. ഇതൊക്കെയാണ് ആള് എക്സൽ ചെയ്തിരുന്ന ഏരിയാസ് അല്ലേ. ദെൻ സാഹിത്യ അക്കാദമി അവാർഡ് ഇതേ കിടക്കുന്നു അല്ലേ. സാഹിത്യ അക്കാദമി നോക്കി വെക്കുക. സാഹിത്യ അക്കാദമി അവാർഡ് നസീം എസിക്കേലിന് കിട്ടിയിട്ടുള്ള ഏത് ഇയറിലാണ്? 1983. ഓക്കെ, 1983 നസീം എസിക്കേലിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ളത്. ദെൻ ഹി വോൺ പത്മശ്രീ. ഓക്കെ, പത്മശ്രീ നോക്കി വെക്കുക. പത്മശ്രീ 1988 ആർക്ക് കിട്ടിയിട്ടുള്ളത്? നസീം എസിക്കേലിന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നസീം എസിക്കേലിനെ കുറിച്ച് അധികം വർക്ക്സ് നമ്മൾ പറയുന്നുണ്ട്. സോ നോക്കുക. യാ, ദെൻ ഹി റോട്ട് എ വെരി പോപ്പുലർ പോയം നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ. ഇതാണ് ഞാൻ പറഞ്ഞ വർക്ക് കേട്ടോ. ഞാൻ 10th ക്ലാസ് പഠിച്ചു എന്ന് പറഞ്ഞ വർക്കാണ്. അടിപൊളിയാണ്. ആൻഡ് യാ, നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ ആളുടെ ഒരു പോപ്പുലർ ആയിട്ടുള്ള പോയം തന്നെയാണ് കേട്ടോ. ആൻഡ് he was edited some journals and journals edited by നസീം എസിക്കേൽ ആണ്. നമ്മൾ കുറച്ച് ജേർണൽസ് പറയാം. ഒരു 3 ജേർണൽസ് ഞാൻ പറയുന്നുണ്ട്. ഇത് 3ഉം എഡിറ്റ് ചെയ്തതായിരുന്നു. ആള് എന്താണ്? എഡിറ്റർ കൂടിയാണ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. നസീം എസിക്കേൽ എഡിറ്റർ കൂടിയാണ്. ആൻഡ് നസീം എസിക്കേൽ എഡിറ്റ് ചെയ്തിട്ടുള്ള 3 ജേർണൽസ് ആണ് ഇത്. ഓക്കെ, ആൻഡ് ഏതൊക്കെയാണ്? പോയട്രി ഇന്ത്യ അല്ലേ. പോയട്രി ഇന്ത്യ, ദെൻ ക്വസ്റ്റ്. ഓക്കെ, ക്വസ്റ്റ് ആൻഡ് ഇംപ്രിൻറ്റ്. സോ ഇത് 3 എന്താണ്? ജേർണൽസ് ആണ് കേട്ടോ. ജേർണൽസ് ആണ് നസീം എസിക്കേൽ എഡിറ്റ് ചെയ്തിട്ടുള്ള. എന്തൊക്കെയാണ് എഡിറ്റ് ചെയ്ത ജേർണൽസ് ആണ്. എഡിറ്റ് ചെയ്തിട്ടുള്ള ജേർണൽസ് ആണ് ഇതെല്ലാം. ഇത് മറക്കരുത്. ഞാൻ പ്രത്യേകം പറയുകയാണ്, നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ എന്ന് പറഞ്ഞ പോയം ആരെ എഴുതിയതാണ്? നസീം എസിക്കേൽ എഴുതിയതാണ്. മറക്കരുത്, കാരണം അത്രയും പോപ്പുലർ ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ മോശമായിരിക്കും. ഓക്കെ, ദെൻ നമുക്ക് കുറച്ച് മേജർ വർക്ക്സ് നോക്കാം അല്ലേ. മേജർ വർക്ക്സിൽ ഫസ്റ്റ് വൺ ഇസ് ടൈം ടു ചേഞ്ച്. ഓക്കെ, ടൈം ടു ചേഞ്ച് ഏത് ഇയറിലാണ് പബ്ലിഷ് ചെയ്തത്? 1952 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 1952 പബ്ലിഷ് ചെയ്തിട്ടുള്ള ടൈം ടു ചേഞ്ച്. ദെൻ വി ഹാവ് 69 പോയിംസ്. ഓക്കെ, 69 പോയിംസ് ആൻഡ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1953. ഓക്കെ, 1953 പബ്ലിഷ് ചെയ്തിട്ടുള്ള പോയമാണ് അത്. ദെൻ വി ഹാവ് ദ ഡിസ്കവർ ഓഫ് ഇന്ത്യ. ഓക്കെ, ദ ഡിസ്കവർ ഓഫ് ഇന്ത്യ അത് 1956 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 1956. ദെൻ വി ഹാവ് ദ അൺഫിനിഷ്ഡ് മാൻ. ഏത് ഇയറിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്? 1960. Okay, 1960. Then we have Hymns in Darkness. Okay, Hymns in Darkness പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1976. ഓക്കെ, 1976. അപ്പോൾ നമ്മൾ 5 വർക്ക് ഇപ്പോൾ പറഞ്ഞു. ഇതൊക്കെയാണ് ടൈം ടു ചേഞ്ച്, 69 പോയംസ്, ദെൻ വി ഹാവ് ദ ഡിസ്കവർ ഓഫ് ഇന്ത്യ, ദെൻ ദ അൺഫിനിഷ്ഡ് മാൻ ആൻഡ് ഹൈംസ് ഇൻ ഡാർക്ക്നെസ്. ഓക്കെ, ഇയറും നമ്മൾ പറഞ്ഞു പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഇത്രയും എന്താണ് നസീം എസിക്കേലിൻ്റെ മേജർ വർക്ക്സ് ആണ്. ദെൻ വി ഹാവ് 3 plays ബൈ നസീം എസിക്കേൽ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം നമ്മൾ മേജർ വർക്ക്സ് പറഞ്ഞു. ഇനി നസീം എസിക്കേലിൻ്റെ ഒരു 3 പ്ലേ ഉണ്ട്. ഓക്കെ, പ്ലേ എഴുതിയിട്ടുണ്ട് ആൾ. ഏതൊക്കെയാണ് എഴുതിയിട്ടുള്ളത്? അത് 3 എഴുതിയത് ഒരേ വർഷമാണ്. ഏത് വർഷമാണ്? 1969. ഓക്കെ, 969. ഓക്കെ, 1969 ഈ 3 പ്ലേസ് എഴുതിയിട്ടുള്ളത്. ആൻഡ് 3 plays ബൈ നസീം എസിക്കേൽ ആർ നളിനി, മാരേജ് പോയം, ദ സ്ലീപ്പ് വാക്കേഴ്സ്. ഓക്കെ, നളിനി, മാരേജ് പോയം, ദ സ്ലീപ്പ് വാക്കേഴ്സ്. സോ ഫസ്റ്റ് വൺ നളിനി എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമഡി. ഓക്കെ, ഇറ്റ്സ് എ കോമഡി ഇൻ 3 acts. ഓക്കെ, 3 act പ്ലേ ആണ് അല്ലേ. അപ്പോൾ ഒരു 3 act പ്ലേ ആണത്. 3 acts ആണുള്ളത്. ആൻഡ് ഇറ്റ്സ് എ കോമഡി. ആൻഡ് നളിനി അല്ലേ. ദെൻ മാരേജ് പോയം. എന്താണ്? 1 act പ്ലേ ആണ് അല്ലേ. 1 act ആണ്. 1 act പ്ലേ ആണ്. ആൻഡ് ഇറ്റ് ഇസ് എ ട്രാജി കോമഡി അല്ലേ. ഒരു ട്രാജി കോമഡിയാണ്. ഫസ്റ്റ് വൺ നമ്മൾ കോമഡിയാണ് പറഞ്ഞത്. ദെൻ വി ഹാവ് ട്രാജി കോമഡി. what is the tragic comedy? Marriage poem. Okay, marriage poem. Then we have the sleepwalkers. എന്താണ്? an Indo-American farce ആണ്. Okay, its genre is farce. Okay, farce ആണ്. and an Indo-American farce ആണ് എന്ത്? The Sleepwalkers എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ 3 plays written by നസീം എസിക്കേൽ. മറക്കരുത്. ഏതൊക്കെയാണ്? നളിനി, മാരേജ് പോയം, ദ സ്ലീപ്പ് വാക്കേഴ്സ്. ഓക്കെ, സോ ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് നസീം എസിക്കേലിനെ കുറിച്ച് നമ്മൾ ഓവറോൾ ഒന്ന് പോയിട്ടുണ്ട്. ദെൻ വി ഹാവ് ജയന്ത മഹാപാത്ര. അങ്ങനെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗർ തന്നെയാണ് ഇന്ത്യൻ ലിറ്ററേച്ചറിൽ. ആൻഡ് ജയന്ത മഹാപാത്ര ഏത് ഇയറിലാണ് ജനിച്ചത്? born in 1928. Okay, 1928 ജനിച്ചത്. ആൻഡ് ഡൈഡ് ഇൻ 2023.
ഓക്കെ 2023 ദാറ്റ് മീൻസ് കഴിഞ്ഞ വർഷമാണ് കേട്ടോ, ഈ അടുത്താണ് നമ്മളോട്ട് ജയന്ത മഹാപാത്ര പോയത്. ആൻഡ് 2023 ഓഗസ്റ്റിലായിരുന്നു. ഓക്കെ ഓഗസ്റ്റ് ഐ തിങ്ക് 27 ഓക്കെ. ആൻഡ് he was a physicist and bilingual poet, then essayist. Okay, and ഇതൊക്കെയാണ് ആൾ എക്സൽ ചെയ്തിരുന്ന ഏരിയാസ് എന്ന് പറയുന്നത്. ആൻഡ് ഫസ്റ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ് പോയറ്റ് ഹു വോൺ സാഹിത്യ അക്കാദമി അവാർഡ്. അപ്പം വീണ്ടും ഇവിടെ സാഹിത്യ അക്കാദമി കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് പറഞ്ഞത്. എന്താണ് ഫസ്റ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ് പോയറ്റ് അല്ലെ, ഫസ്റ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ് പോയറ്റാണ് എന്ത് വോൺ ചെയ്തത്, സാഹിത്യ അക്കാദമി വോൺ ചെയ്തിട്ടുള്ള ഫസ്റ്റ്. ഇതൊന്ന് ശ്രദ്ധിക്കണം, ഈ പോയിന്റ് എന്താണ്, ഇന്ത്യൻ ഇംഗ്ലീഷ് പോയറ്റാണ്. ഓക്കെ, ഇന്ത്യൻ ഇംഗ്ലീഷ് പോയറ്റാണ്. ആൻഡ് ഏത് ഇയറിലാണ്, 1981 ജയന്ത മഹാപാത്ര സാഹിത്യ അക്കാദമി അവാർഡ് വോൺ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ വി ഹാവ് പത്മശ്രീ അല്ലെ, പത്മശ്രീ കിട്ടിയിട്ടുണ്ട് ആർക്ക്, ജയന്ത മഹാപാത്രയ്ക്ക് ഏത് ഇയറിലാണ്, 2009. ഓക്കെ 2009 ഹി വോൺ പത്മശ്രീ അല്ലേ. സോ ഇത്രയാണ് ജയന്ത മഹാപാത്രനെ കുറിച്ച് ഓവറോൾ പറയാനുള്ളത്. ആൻഡ് ഇത് ഓർത്ത് വെക്കുന്നത് ഫസ്റ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ് പോയറ്റ് ഹു വോൺ സാഹിത്യ അക്കാദമി അവാർഡ് അല്ലേ, ആരാണ്, ജയന്ത മഹാപാത്രയാണ്. ആൻഡ് 1981 ജയന്ത മഹാപാത്രയ്ക്ക് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. Then we have his major works. ഏതൊക്കെയാണ് മേജർ വർക്ക്സ് എന്ന് നോക്കാം. 10/10. ഫസ്റ്റ് വൺ ഇസ് 10/10. അത് 1971 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 10/10 published in 1971. Then Swayamvara and Other Poems. Okay, Swayamvara and Other Poems അതും 1971 തന്നെയാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. Then we have A Father's House. A Father's House. ഹൗസ് എന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കേണ്ട, ഹൗസ് അല്ല കേട്ടോ, ഹവേഴ്സ് ആണ്. ഓക്കെ, എ ഫാദേഴ്സ് ഹവേഴ്സ്. ഓക്കെ, ആൻഡ് 1976 അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, 1976. ദെൻ വി ഹാവ് വെയിറ്റിംഗ്. ഓക്കെ, വെയിറ്റിംഗ് അത് പബ്ലിഷ് ചെയ്തത് 1979. ഓക്കെ, ദെൻ റിലേഷൻഷിപ്പ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1980. ഓക്കെ, 1980. ദെൻ വി ഹാവ് ബർഡൻ ഓഫ് വേവ്സ് ആൻഡ് ഫ്രൂട്ട്. ഓക്കെ, ബർഡൻ ഓഫ് വേവ്സ് ആൻഡ് ഫ്രൂട്ട് അത് 1988 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദെൻ വി ഹാവ് റാൻഡം ഡിസെൻറ്റ് 2005 പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്കാണ്. സോ ഇത് മാത്രമല്ല, ഒരുപാട് ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ഉണ്ട് ജയന്ത മഹാപാത്രയ്ക്ക്, നിങ്ങൾ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്ത് പഠിക്കണം. ഓക്കെ, മൂന്നാമത്തെ ആളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ദെൻ വി ഹാവ് AK രാമാനുജൻ. ഓക്കെ, AK രാമാനുജൻ ആണ് നമുക്കുള്ളത്. ആൻഡ് AK രാമാനുജൻ വാസ് ബോൺ ഇൻ 1929. ഓക്കെ, 1929 ആര് ജനിച്ചിട്ടുള്ളത്, AK രാമാനുജൻ ജനിച്ചിട്ടുള്ളത്. ദെൻ ഡൈഡ് ഇൻ 1993. ഓക്കെ, 1993 ആള് മരിച്ചിട്ടുള്ളത്. ദെൻ ഹി വാസ് എൻ ഇന്ത്യൻ പോയറ്റ് അല്ല, ഇന്ത്യൻ പോയറ്റ് ആണ്. ആൻഡ് സ്കോളർ ആണ്, ഓതർ ആണ്, ഫിലോളജിസ്റ്റ് ആണ്, അതുപോലെ ഫോക്ലോറിസ്റ്റ് ആണ്, ട്രാൻസ്ലേറ്റർ ആണ്, എന്തൊക്കെയാണ്, ഒരു പ്ലെയർ ആയിട്ട് കൂടി ആണ്. ഓക്കെ, ദെൻ അവാർഡഡ് ദ സാഹിത്യ അക്കാദമി അവാർഡ് പിന്നെയും കാണുന്നുണ്ട്. സാഹിത്യ അക്കാദമി അവാർഡ് ആർക്ക് കിട്ടിയിട്ടുണ്ട്, AK രാമാനുജന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് അതെങ്ങനെയാണ്, പോസ്റ്റ്മസ്ലി ആണ് കിട്ടിയത്. ഓക്കെ, പോസ്റ്റ്മസ്ലി പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ആഫ്റ്റർ ഡെത്ത് അല്ലേ, ആൾ മരിച്ചതിന് ശേഷമാണ് എന്ത് കിട്ടിയിട്ടുള്ളത്, സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഏത് ഇയറിലാണ്, 1999 ആർക്ക് സാഹിത്യ അക്കാദമി കിട്ടിയിട്ടുള്ളത്, AK രാമാനുജന് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഏത് വർക്കിനാണ്, ഫോർ ദ കളക്റ്റഡ് പോയംസ്. ഓക്കെ, ആളുടെ ദ കളക്റ്റഡ് പോയംസ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിനാണ് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ളത്. സോ അതൊക്കെയാണ് AK രാമാനുജനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ പോസ്റ്റ്മസ്ലി ആണ് ആർക്ക് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ളത്, AK രാമാനുജന്. ഏത് ഇയറിലാണ്, 1999. ഇനി നമുക്ക് ആളുടെ മേജർ വർക്ക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്, ഫസ്റ്റ് വൺ ഈസ് ഹൈംസ് ഫോർ ദ ഡ്രൗണിങ്. അത് ഏത് ഇയറിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, 1981 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദെൻ വി ഹാവ് പോയംസ് ഓഫ് ലവ് ആൻഡ് വാർ. ഓക്കെ, പോയംസ് ഓഫ് ലവ് ആൻഡ് വാർ. ഓക്കെ, അത് 1985 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദെൻ സെക്കൻഡ് സൈറ്റ് പബ്ലിഷ് ചെയ്തത് 1986 ഓക്കെ, 1986. ദെൻ വി ഹാവ് ദ ഫ്ലവറിംഗ് ട്രീ ആൻഡ് അതർ ഓറൽ ടെയിൽസ് ഫ്രം ഇന്ത്യ. ദ ഫ്ലവറിംഗ് ട്രീ ആൻഡ് അതർ ഓറൽ ടെയിൽസ് ഫ്രം ഇന്ത്യ 1997 പബ്ലിഷ് ചെയ്തു. ഓക്കെ, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. അപ്പോൾ ഇത്രയാണ് AK രാമാനുജൻ്റെ മേജർ വർക്ക്സ് എന്ന് പറയാനുള്ളത്. ഓക്കെ, അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, വിക്രം സേത്ത്. ഓക്കെ, വിക്രം സേത്ത് ബോൺ ഇൻ 1952. അപ്പോൾ ഡൈഡ് അവിടെ ഇല്ല, കാര്യം എന്താണ്, ആൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. സോ
കണ്ടംപററി റൈറ്റർ ആണെന്ന് പറയാം അല്ലേ, വിക്രം സേത്ത്. ആൻഡ് ഹീസ് ആൻ ഇന്ത്യൻ പോയറ്റ്, നോവലിസ്റ്റ്, ട്രാവൽ റൈറ്റർ, ബയോഗ്രഫർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആളുടെ ഏരിയാസ് അല്ലേ. ദെൻ പിന്നെയും അക്കാഡമിക് അവാർഡ് അല്ലേ, സാഹിത്യ അക്കാഡമിക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഏത് ഇയറിലാണ്? 1988. ഓക്കെ, 1988 സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ള ഇന്ത്യൻ റൈറ്ററാണ് ആരെന്ന് പറയുന്നത്, ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്ററാണ് ആരെന്ന് പറയുന്നത്, വിക്രം സേത്ത്. ഓക്കെ, ആൻഡ് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. പത്മശ്രീ ഏത് ഇയറിലാണ്? 2007 വിക്രം സേത്തിന് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് വിക്രം സേത്തിനെ കുറിച്ച് ഓവറോൾ നോക്കാനുള്ളത്. ദെൻ നമുക്ക് ആളുടെ മേജർ വർക്ക്സിലേക്ക് പോകാം അല്ലേ. മേജർ വർക്ക്സ് പറയാനാണെങ്കിൽ നമുക്ക് ആദ്യം ഒരു 3 നോവൽസ് ആണ് മേജർ വർക്ക്സ് ആയിട്ട് പറയുന്നത്. ആൻഡ് ഇത് മറക്കരുത്, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ 3 നോവൽസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് ദ ഗോൾഡൻ ഗേറ്റ്. ഗോൾഡൻ ഗേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1986 ഓക്കെ, പബ്ലിഷ്ഡ് ഇൻ 1986. ദെൻ എ സ്യൂട്ടബിൾ ബോയ് പബ്ലിഷ് ചെയ്തത് 1993. ദെൻ ആൻഡ് ഈക്വൽ മ്യൂസിക്. ഓക്കെ, ആൻഡ് ഈക്വൽ മ്യൂസിക് 1999 പബ്ലിഷ് ചെയ്തു. സോ ഈ 3 നോവൽസും ആളുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആയിട്ട് തന്നെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ദെൻ ആളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയട്രി ആണ്. പോയട്രീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഇസ് മാപ്പിംഗ്സ്. ഒരുപാട് പോയട്രി എഴുതിയിട്ടുണ്ട് ആൻഡ് നമ്മൾ അതിൽ കുറച്ച് തന്നെ പറയുന്നുള്ളൂ. ഫസ്റ്റ് വൺ ഇസ് മാപ്പിംഗ്സ് 1980. ദെൻ ദ ടെയിൽ ഓഫ് മെലൺ സിറ്റി, അത് 1981 പബ്ലിഷ് ചെയ്തു. ദെൻ ഓൾ യു ഹു സ്ലീപ് ടു നൈറ്റ്, ഓക്കെ, ദാറ്റ് ഇസ് 1990 പബ്ലിഷ് ചെയ്ത ഒരു പോയമാണ്. ദെൻ ബീസ്ലി ടെയിൽസ് 1991 പബ്ലിഷ് ചെയ്തു. ദ ഫ്രോഗ് ആൻഡ് ദ നൈറ്റിംഗേൽ, ഓക്കെ, അത് 1994 പബ്ലിഷ് ചെയ്തത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സെഷൻ. നിങ്ങൾക്ക് ഇത്രയും ഈ 5 പേരും നന്നായിട്ട് തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ നിങ്ങളുടെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് മാത്രമല്ല, നമുക്ക് ഇനി ഒരുപാട് ഓതേഴ്സിനെ നോക്കാനുണ്ട്. എന്തായാലും ഈ 5 പേര് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിക്ക് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഇനി അധിക ദിവസമൊന്നും CUET ഇല്ല. So happy learning. Bye bye.